ഫ്ലഷ് ചെയ്തിട്ട് വെള്ളം ഇവർ ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ട് വിസർജനമൊക്കെ ചെയ്തതിന് അല്ലെങ്കിൽ യൂറിൻ ചെയ്തതിന് ശേഷം ഇവർക്ക് ഫ്ലഷ് ചെയ്യുമ്പോൾ വെള്ളം വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം വന്ന് നോക്കിയപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. എന്താ അത്, ഇതിലാണ് നമ്മൾ ഇതിങ്ങനെ പുഷ് ചെയ്യുമ്പോൾ, ഇങ്ങനെ നമ്മൾ വിരലോട്ട് ഇങ്ങനെ പുഷ് ചെയ്യുമ്പോഴാണ് ഇത് വെള്ളം ഫ്ലഷായിട്ട് അടിയിലേക്ക് പോകേണ്ടത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കവർ ഊരിയെടുത്തപ്പോൾ മെയിനായിട്ട് നോക്കുമ്പോൾ എന്താണ്, ഈ സാധനം പൊട്ടിക്കെടുക്കണം. ഇതാണ് അതിൻ്റെ മെയിൻ സാധനം. ഇതിന്മേ യോജിപ്പിച്ചിട്ട് ഇങ്ങനെ പിടിപ്പിക്കും. അപ്പോഴാണ് ഇത് ഇങ്ങനെ അപ്പോഴാണ് ഈ സാധനം അമർത്തുമ്പോൾ വെള്ളം ഫ്ലഷ് ആവുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സീഫോൺ. ഈ സീഫോണിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ കൂടെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കാണാൻ ഇങ്ങനെ വെള്ളം അങ്ങനെ ഇട്ടിട്ട് വീഴുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ധാരയായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഫിറ്റിങ് കറക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരും. വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതാണ് ഫ്ലോട്ട് വാൽവ്. ഇതിൻ്റെ വെള്ളം വന്ന് നിറയണതും ഒരു ലെവലായ സ്റ്റോപ്പ് ആവണതും ഈ ഫ്ലോട്ട് വാൽവ് കണ്ടോ, വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വിട്ടുമ്പോൾ അത് വന്ന് നിൽക്കും. നമ്മൾ സാധാരണ എല്ലാ ടാങ്കിലൊക്കെ വയ്ക്കുന്ന ഒരു സാധനമാണ്, അതിനാണ് ഈ ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്നത്. ഇത് മെക്കാനിക്കൽ ഫ്ലോട്ട് വാൽവാണ്. അപ്പോൾ ഇത് ഓവർഫ്ലോ ആയിട്ട് ഇതിൽ വെള്ളം, ഇതിൻ്റെ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ കറക്റ്റ് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ഉള്ളിലേക്ക് അമർത്തി ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ, നെറ്റ് ലൂസ് ചെയ്തിട്ട് ഇതിങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കൂട്ടാനും കുറയ്ക്കാനും. അപ്പോൾ ഇത് ചിലപ്പോൾ ഇത് ഇങ്ങനെ ലൂസായി കിടക്കുമ്പോൾ വെള്ളം ഇതിൽ നിന്ന് അറിഞ്ഞിട്ട് കണ്ടോ ഇവിടെ വരെ എത്തി, പിന്നെ ഈ വെള്ളം ഇവിടെ എത്തി ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ചാടും. പിന്നെ ഇതാണ് വാട്ടർ ലെവലിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചാടും. ഇപ്പോൾ ഇത് കൂടുതൽ ഓവർഫ്ലോ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെയോ കയറ്റി വെച്ചിട്ടുണ്ട്. ഞാനല്ല, വേറെ ആരൊക്കെയോ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൂടുതൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം കുറച്ച്. അപ്പോൾ ഇതിൻ്റെ ലെവൽ, ഇത് ഹൈറ്റ് അടിയിലേക്ക് കിടക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നിറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ഇതിൻ്റെ മുകളിൽ വെള്ളമായി കഴിഞ്ഞാൽ ഇതിന് മൊത്തം ഇതിനെ കവിഞ്ഞ് കഴിഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓവർഫ്ലോ ആയിട്ട് വെള്ളം വരും കേട്ടോ. അങ്ങനെ 1-2 കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഈ ടോയ്ലറ്റിൽ വെള്ളം ലീക്കാവുക, ഓട്ടോമാറ്റിക് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും ഓട്ടോമാറ്റിക് ലീക്കാവുന്ന 1-2 കാരണങ്ങൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് കേട്ടോ. ഇതിൻ്റെ ലെവൽ എങ്ങനെ കുറയ്ക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്ലെയർ എടുത്തിട്ട് ഇതിങ്ങനെ ലൂസ് ചെയ്യുക. അപ്പോൾ ഇത് ലൂസായി കേട്ടോ. ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഇതിലെ സ്ക്രൂ ഡ്രൈവർ ഇടുക. ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ ഇടാനുള്ള പാകത്തിന് ഒരു വെട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇതിങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. അപ്പോൾ എത്രത്തോളം വേണമെന്നുള്ളത് നോക്കിയിട്ട് കുറച്ചും കൂടി ലൂസ് ചെയ്തിട്ട് ഒരു ത്രെഡും കൂടി നമ്മൾ ഇതിങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. പല സ്ഥലത്തും പല രീതിയിലായിരിക്കട്ടെ അതിൻ്റെ സംവിധാനം. എന്നിട്ട് നമ്മളിതൊന്ന് ഫ്ലഷ് ചെയ്ത് നോക്കാം. ഇത് പൊട്ടി കിടക്കുകയാണ്, പക്ഷേ ഇത് പിടിച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലഷ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ വെള്ളം ഇതിനുള്ളിൽ കൂടെ നിറയുന്നുണ്ട്. അപ്പോൾ ഇത് താഴുന്നതനുസരിച്ചാണ് ഇതിനുള്ളിൽ കൂടെ വെള്ളം താഴത്തേക്ക് പോയിട്ട് പിന്നെ താഴ്ന്നു കിടക്കുമ്പോഴാണ് ഇതിനുള്ളിൽ കൂടെ വെള്ളം ഒന്ന് നിറയുന്നത്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് വെള്ളം ഹാൻഡ് സ്പ്രേ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പിടി സ്പ്രേ ഉപയോഗിച്ചിട്ട് നമുക്ക് നിറയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് ഇത് നിറയും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ലെവൽ എത്ര വരുന്ന എത്തുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ലെവലിനേക്കാളും താഴ്ന്നു നിൽക്കണം. ഇതിന് കൂടി കഴിഞ്ഞാലാണ് ഓഫ്ലോ ചെയ്ത് വെള്ളം പോവുക. അപ്പോൾ നമുക്ക് നോക്കാം എത്ര വരെ ഇതിൻ്റെ ലെവല് കയറുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ 2 ഭാഗത്തുനിന്ന് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ വെള്ളം നിറയ്ക്കുന്നത്. അത് പെട്ടെന്ന് നിറയും കേട്ടോ. അപ്പം ഞാൻ ആ സ്ക്രൂ കുറച്ച് നേരം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈറ്റ് ചെയ്യുമ്പോൾ ലെവല് നമുക്ക് കുറയ്ക്കാൻ പറ്റും, ലൂസ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ലെവല് കൂട്ടാൻ പറ്റും. അതാണ് അതിന് 2 ട്രിക്ക് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇപ്പോൾ ഇവിടെ വെള്ളം നിറയുന്നുണ്ട് കേട്ടോ. വെള്ളം നിറഞ്ഞു വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം അല്ലേ. വെള്ളം ഒരു ലെവലെത്തി. അപ്പോൾ ഇതിൻ്റെ മിതമായ ലെവലിലെത്തി. ഇനി ഇതിന് കുറച്ചും കൂടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓവർഫ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് നിറയാൻ വേണ്ടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ സെറ്റപ്പ് ആവും. കുറച്ചും കൂടി ഒന്ന് അമർത്താം, എന്നിട്ട് നോക്കാം.
ഒരു പൊടിക്കും കൂടി അമർത്തി അതിൻ്റെ ലെവലിലേക്ക് എത്തിക്കാം. അപ്പോൾ അത് ഫുള്ളായിട്ട് വെള്ളം നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ വെള്ളം നിന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെവൽ എവിടം വരെ എത്തി? കുറഞ്ഞില്ലേ? ലെവൽ കുറഞ്ഞില്ലേ? ആദ്യം ഇവിടെ വരെ ഉണ്ടായിരുന്നു വെള്ളത്തിൻ്റെ ലെവല്, ഇപ്പോൾ ഇവിടെ വരായി കേട്ടോ. അപ്പോൾ ഇനി ഇത് ഓവർഫ്ലോ ആവാനായിട്ട് ചാൻസ് കുറവാണ് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ കണ്ടീഷൻ. ഓക്കെ, അത് ഓട്ടോമാറ്റിക് വെള്ളം കറക്റ്റായി. ഇനി നമുക്ക് ഇതിൻ്റെ വാൽവ് ഇവിടെ കിടക്കണത് അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് വേണം നമ്മുടെ പണി തുടങ്ങാനായിട്ട്. അപ്പോൾ നമുക്കിത് അമർത്താം. അപ്പോൾ വെള്ളം മൊത്തം പോയി. ഇങ്ങനെ വലിക്കുമ്പോഴാണല്ലോ വെള്ളം അടിയിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പണി തുടങ്ങാം. ഇനി നമുക്ക് ഇതിൻ്റെ റിപ്പയറിങ്, വെള്ളം എന്തായാലും കാലിയായല്ലോ, ഇനി നമുക്ക് ഇതിൻ്റെ റിപ്പയറിങ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നെറ്റ് ലൂസായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ നെറ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാം. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സംഭവം കേട്ടോ. ഇതാണ് അതിൻ്റെ ഹാൻഡ്ലിങ് വർക്ക്. എന്നിട്ട് നമുക്കിത് ഊരിയെടുക്കാം. ഇത് പൊട്ടിപ്പോയില്ല, അപ്പോൾ ഇത് ഊരിയെടുക്കാം. ഇത് നേരെ കച്ചറയിലേക്ക് ഇടാം. ഇനി നമുക്ക് ഒരു പുതിയതായിട്ടുള്ള സംവിധാനം അതിലേക്ക് ചെയ്യാം. ഇതാണ് അതിൻ്റെ പുതിയ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഹാൻഡിൽ ടൈപ്പ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ പോച്ച് നമ്മൾ പൊട്ടിച്ചു, നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യാനുള്ള ഇതിൽ നിർത്തണം. അപ്പോൾ ഇതിലേക്ക് പിടിപ്പിക്കണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പിടിപ്പിക്കുക ചെയ്യുക. എന്നിട്ട് ഈ ഇതിൽ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് ലെവൽ ഇത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ തൊള്ളേക്കട നമ്മൾ ഇതിങ്ങോട്ട് കയറ്റിയിടുക. സിമ്പിളാണത്, സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്. കണ്ടല്ലോ, എന്താണെന്ന് കണ്ടല്ലോ, ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതാണല്ലോ നമ്മളുടെ പൊട്ടിപ്പോയിട്ടുള്ള അതിൻ്റെ ഒരു ഹാൻഡിലിൻ്റെ ഒരു ഫിറ്റിങ്സ് വരുന്നത് കേട്ടോ, ഫ്ലഷ് ടാങ്ക്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം കയറ്റിയിടുക. എങ്ങനെയോ ഊരിയെടുത്ത് ആ രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറ്റിയിടും കേട്ടോ. ശ്രദ്ധിച്ച് കണ്ടോളൂ. അതിന് ശേഷം ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ഈ ലിവർ ഉണ്ടല്ലോ, ഇത് ഈ രീതിയിൽ നിൽക്കണം. ഈ രീതിയിൽ എന്നാലേ അത് ഫ്ലഷ് ചെയ്യുമ്പോൾ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ തുളയിലേക്ക്, ഇതിൻ്റെ സെക്കൻഡ് തുളയിലേക്ക് നമ്മൾ ഇതിങ്ങോട്ട് കയറ്റി വെച്ച് കണ്ടോ. അപ്പോൾ ഒരു മൊബൈൽ കയ്യിലുള്ള കാരണം ഞാൻ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ആളില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ അസൗകര്യം ഉണ്ടെങ്കിൽ പറയണം. ഇത് കണ്ടില്ലേ? എന്നിട്ട് നമ്മളിത് ഫ്ലഷ് ചെയ്യുമ്പോൾ സംഭവം ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ ഒരു സ്ക്രൂ ഫിറ്റ് ചെയ്യും. ഇതിൻ്റെ ഒരു സ്ക്രൂ ഇതിലുണ്ട്. പൗച്ചിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രൂ ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് സാധാരണ നമ്മുടെ വീടുകളിലുള്ളവർക്ക് ചെയ്യാമെന്നുള്ളൂ. കുറച്ചൊരു ടെക്നിക്കൽ നോളജ് ഉണ്ടായാൽ മതി. മനസ്സിലായോ? ഇതൊക്കെ ചെറിയ പൈസക്ക് നമുക്ക് മറ്റാൾ, സോറി കേട്ടോ, സ്ക്രൂ പിടിപ്പിക്കാനായിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തതാണ്. എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായി പോയി. ഞാൻ ഓൺ ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. വളരെയധികം ദുഃഖമുണ്ട് കേട്ടോ. എന്തായാലും സ്ക്രൂ പിടിപ്പിച്ചു കേട്ടോ. അതിന് ശേഷം നമുക്കിത് വെള്ളം നിറച്ച് റെഡിയാക്കി നോക്കാം കേട്ടോ. ഇനി ഇത് നിറയ്ക്കാം. അങ്ങനെ വെള്ളം നിന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് പുഷ് ചെയ്ത് നോക്കാം. വെള്ളം കാലിയില്ലേ? ഇത്രയുള്ള പണി കേട്ടോ. ഇതാണ് അതിൻ്റെ ചെറിയൊരു കംപ്ലൈൻ്റ് ആണ്.
അപ്പോൾ 2-3 തരത്തിൽ കംപ്ലൈൻറ്റ് വരും. ഒന്ന് ഇത് ഫ്ലഷ് ആവാത്തതിൻ്റെ കാരണം, ഒന്ന് ഇതിൻ്റെ റാഡ് പൊട്ടി പോയാലും കംപ്ലൈൻറ്റ് വരും. പിന്നെ ഈ കമ്പിയായിട്ട് ഇതിൻ്റെ അടിയിൽ ഇതിലൊരു ഈ സീഫോണിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നെറ്റ് ഉണ്ട്. നെറ്റ് മീൻസ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ പോലത്തെ, അത് ഹോളായാലും ഇത് ഫ്ലഷ് ആവില്ല. അതും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഊരി എടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല. ഇതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് കേട്ടോ. ഓക്കെ, ഇന്നത്തെ പണി കഴിഞ്ഞു. സിമ്പിൾ പണിയാണ്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി, ഇത് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം കേട്ടോ. അത് നമുക്ക് നടക്കും. സാധാരണ വീട്ടിലുള്ള സ്ത്രീകൾക്കും ചെയ്യാം. കുറച്ച് ടെക്നിക്കൽ ടാലൻറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാറ്. ഇന്ന ആൾക്കും ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എല്ലാവർക്കും ചെയ്യാം.